ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. നിങ്ങൾക്കങ്ങനെ മഴക്കുഞ്ഞമ്മുണ്ടോ? ഇവിടെ ഇന്ന് രാവിലെ മുതൽ മഴക്കുഞ്ഞമ്മ ചെറുതായിട്ടുണ്ട്. ശക്തി കുറവാണെങ്കിലും മഴക്കുഞ്ഞമ്മുണ്ട്. എനിക്ക് സാഫ് സ്പ്രേ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴക്കുഞ്ഞമ്മ സമ്മതിക്കുന്നില്ല മക്കളെ. ഇത് നമ്മുടെ നാടൻ ബട്ടർ റോസ. എത്ര മഴയത്തും എത്ര ക്ഷീണമാണെങ്കിലും ഒത്തിരി ഫ്ലവർ ആയിരിക്കുള്ളൂ. എന്നാ സ്മെല്ലല്ലേ ഇവൾക്ക്, പാവം. പിന്നെ ഇത് നമ്മുടെ ഡാലിയ കുഞ്ഞമ്മ. ഇവള് ഫ്ലവർ ഇട്ടാൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കുള്ളൂ. ഇവളെ പോലെ കുറച്ച് പേരും കൂടി ഉണ്ട്, പക്ഷെ അവർ മഴ കഴിഞ്ഞിട്ട് ഫ്ലവർ ഇട്ടിട്ടില്ല. ഇടുമായിരിക്കും, ഫ്ലവർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവളുടെ കളർ ഒരു മെറൂൺ, നടുക്കൊരു യെല്ലോ കളർ. പാവം, സുന്ദരിയാണ്. ഇപ്പോൾ ഒത്തിരി തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക്. കീടങ്ങളും ഒത്തിരി ഉണ്ട്. തളിർപ്പുകൾ വരുന്നതനുസരിച്ച് കീടങ്ങൾ വന്ന് തിന്ന് നശിപ്പിക്കും. മൊട്ടാണെങ്കിലും പകുതിയൊക്കെ തിന്ന് വെക്കും. അപ്പോൾ നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യണം കേട്ടോ. നീം ഓയിൽ, സോപ്പ് ലിക്വിഡ്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് അറിയാലോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ലീഫിൻ്റെ താഴെയും ഇത് കണ്ടോ, ഇങ്ങനെയും സ്പ്രേ ചെയ്യണം. ഇതിങ്ങനെ പിടിച്ചിട്ട് താഴെയും സ്പ്രേ ചെയ്യണം കേട്ടോ, മഴയില്ലാത്ത ടൈമിൽ. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് മഴയൊക്കെ കുറവാണ്, നല്ല വെയിലല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്ന വളങ്ങളും മാറി അല്പമായി കൊടുക്കാം കേട്ടോ. ചാണകവെള്ളം എന്തായാലും 2-3 ദിവസം ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ്സിൽ താഴെ ഒഴിച്ചാൽ മതി, ഒത്തിരി ഒഴിക്കണ്ട. പോട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. പോട്ടി മിശ്രിതം ചെടിയുടെ ചുവടുകൾ ചേർത്തിളക്കാതെ സൈഡിൽ ഇളക്കി ഇട്ട് വേണം നമുക്ക് എന്തെങ്കിലും വളങ്ങൾ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴ, പിന്നെ നമ്മൾ ഈ ജൈവവളം ഒഴിക്കുമ്പോഴേക്കും തറഞ്ഞെടുക്കും. അപ്പോൾ ചെടികൾ പെട്ടെന്ന് ആരോഗ്യമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇളക്കാതെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കൂലേ, കട്ടിയായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ ജൈവവളവും കൂടി കൊണ്ട് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ ചെടികൾ നമ്മൾ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിപ്പോവും കേട്ടോ. അപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ കുറേശ്ശെ ആയിട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഒരു ഒച്ചച്ചം വന്നിട്ടും എൻ്റെ ഡെയ്സി പ്ലാന്റ് ഫുള്ളും തിന്ന് തീർത്ത്. അവനെ ഞാൻ ഉപ്പിലിട്ട്. പിന്നെന്താ, പിന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ പൗഡർ രൂപത്തിലുള്ള ഒന്നും ഇടാത്ത കൂട്ടുകാർ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടപ്പൊടി എന്തായാലും ഇട്ടേ പറ്റുള്ളൂ കേട്ടോ. എന്നാലേ നമ്മുടെ ചെടികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ചില ചെടികളുടെ ചുവട്ടിൽ നിന്നും മണ്ണുകളെല്ലാം ഒലിച്ചു പോയിട്ട് ഒരു അതിൻ്റെ റൂട്ടൊക്കെ കാണാവുന്ന എല്ലാ പ്ലാന്റുകൾ നിൽക്കുന്നുണ്ട്, ചില പോട്ടുകൾ. അപ്പോൾ അതിൽ പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ട പൗഡറോ പിന്നെ കമ്പോസ്റ്റ് അങ്ങനെയുള്ള വേപ്പിൻ പിണ്ണാക്ക് പൗഡർ അതെല്ലാം കുഴച്ചിട്ട് മണ്ണും കൂടി യോജിപ്പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാലേ നമ്മുടെ ചെടികൾക്ക് നല്ല അടിത്തറ ആവുള്ളൂ. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്താൽ നിങ്ങളുടെ ചെടികൾ നല്ല സുന്ദരമായിട്ട് വരും. എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരണം, നിങ്ങൾ സന്തോഷിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞു മക്കളോട് പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ചെടികളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും. നല്ല ആരോഗ്യമുള്ള പ്ലാന്റിലാണെങ്കിൽ എത്ര അസുഖങ്ങൾ വന്നാലും ചെറുതായിട്ടൊന്ന് വന്നു പോകുള്ളൂ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിന് ചെറിയ മരുന്നുകൾ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരു പനി വന്നാൽ തുടക്കം തന്നെ ഒരു എന്തെങ്കിലും ഡോളൊക്കെ എടുത്ത് കഴിക്കുമ്പോഴേക്കും, അതല്ലെങ്കിൽ നമുക്ക് ടിപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ചുക്ക് കാപ്പിയെ കുടിക്കുമ്പോഴേക്കും കുറയൂലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ അസുഖങ്ങൾ വന്നാൽ നമ്മളുടെ പരിചരണം പോലെ ഇരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട്. ചില കൂട്ടുകാരൊക്കെ ചോദിക്കും, യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ വരുമാനം കിട്ടാൻ തുടങ്ങിയാണ്. യൂട്യൂബിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യൂട്യൂബിൽ ഡ്യൂട്ടി ചെയ്താൽ എത്രത്തോളം സക്സസ് ആവും, എപ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ. അപ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും സാമ്പത്തിക വില്ലനും വില്ലത്തിയാണ്. പക്ഷേ നമുക്ക് അതിനേക്കാൾ ഉപരി ഒത്തിരി കൂട്ടുകാരെ കിട്ടി നമ്മുടെ ഫാമിലി. ഒരു വലിയ ഓരോ പുതിയ കൂട്ടുകാരും നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ ഫാമിലി എന്നെ എന്നോട് കൂട്ടുകൂടാൻ ഒരാൾ കൂടി വന്നു. അത്ര സന്തോഷം എനിക്കെല്ലാവരും. 1, 2, 3, 5, 10 ആളായാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ നിൽക്കാനായിട്ട്
എന്നെ സ്നേഹിക്കാനായിട്ട് നിങ്ങളെല്ലാവരും മതി. പിന്നെ കുറേ ആളുകൾ വീഡിയോ കാണാതിരിക്കുകയോ ലൈക്ക് അടിക്കാതിരിക്കുകയോ അതൊന്നും എനിക്ക് ഒരു വിഷയവുമല്ല. ഞാനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. സംസാരിക്കുമ്പോൾ കുറച്ച് സ്ലിപ്പാവും കേട്ടോ മക്കളെ, ശ്വാസം ശരിയായിട്ടില്ല. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്. പിന്നെ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.